മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് പിന്നാലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാടൻ ജനത ആർക്കൊപ്പം എന്നതിൽ ആകാംക്ഷയിലാണ് മുന്നണികൾ. ടൗൺഷിപ്പിന്റെയും ദുരന്ത ബാധിതർക്കായുള്ള വീടിന്റെയും പേരിലുള്ള വാക്പോരിന് പിന്നാലെ വിജയം ആർക്ക് അനുകൂലമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാളിദാസൻ ദേവദത്തം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അതിജീവനം കണ്ട വയനാടൻ ജനത ആർക്കൊപ്പം എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ജില്ലയിലെ 3 മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം നടന്നിട്ടുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്, ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നണികൾ. അത് ഏറ്റവും ഉയർന്ന ജില്ലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 4% ഉയർച്ചയുണ്ട് ഇത്തവണത്തെ പോളിംഗ് ശതമാനത്തിന്. അത് സർക്കാർ വിരുദ്ധ വികാരമാണ് എന്നുള്ളതാണ് UDF മുന്നണി പറയുന്നതെങ്കിൽ അത് സർക്കാർ നേട്ടങ്ങൾക്കുള്ള അംഗീകാരമാണെന്നുള്ളതാണ് LDF മുന്നണി പറയുന്നത്. ഇതോടൊപ്പം തന്നെ ജില്ലയിലെ 3 മണ്ഡലങ്ങളിലും അതായത് കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി ഈ 3 മണ്ഡലങ്ങളിലും നിർണായക ശക്തിയാകാൻ തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കാകുമെന്നുള്ള പ്രതീക്ഷ NDA മുന്നണിക്കുമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് SKMJ ഹൈസ്കൂളിന് മുമ്പിലാണ്. ഇവിടെയാണ് കൽപ്പറ്റ മണ്ഡലത്തിലെ വോട്ടുകളെല്ലാം എണ്ണി തുടങ്ങുക. നാളെ 8 മണിയോടുകൂടി തന്നെയാണ് വോട്ടുകൾ എണ്ണുക. സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ അത് സെന്റ് മേരീസ് കോളേജിലും, മാനന്തവാടി മണ്ഡലത്തിൽ അത് സെന്റ് പാട്രിക് സ്കൂളിലുമാണ്. എല്ലായിടത്തും വേണ്ട ഒരുക്കങ്ങൾ, വോട്ടെണ്ണലിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. 8 മണിയോടുകൂടി തന്നെ നമുക്കറിയാം ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത്. പിന്നീട് 8:30 തന്നെ EVM വോട്ടുകൾ എണ്ണുന്നത്. സ്വാഭാവിക നടപടി എന്നോണം പോസ്റ്റൽ വോട്ടുകൾ 8:30 തന്നെ എണ്ണിക്കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് EVM വോട്ടുകൾ എണ്ണുന്നതിനോടൊപ്പം തന്നെ തപാൽ വോട്ടുകളും ഒക്കെ തന്നെ എണ്ണുമെന്നുള്ളതാണ്. 800-ലധികം പോളിംഗ് ബൂത്തുകളായിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നത്. കൽപ്പറ്റ മണ്ഡലത്തെ സംബന്ധിച്ച് മത്സരം അത്രത്തോളം കടുത്തതാണ് എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ MLA ആയ T സിദ്ദിഖിന് വലിയ സാധ്യത, വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു UDF മുന്നണി. എന്നാൽ LDFന്റെ സ്ഥാനാർത്ഥി, ഘടകകക്ഷിയായ RJD സ്ഥാനാർത്ഥിക്കും വിജയപ്രതീക്ഷ ഒട്ടും കുറവില്ല. അതോടൊപ്പം തന്നെ ബത്തേരി മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇത്തരത്തിൽ IC ബാലകൃഷ്ണൻ, UDF സ്ഥാനാർത്ഥി IC ബാലകൃഷ്ണനെതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം തന്നെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF. എന്നാൽ ആ UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് മുന്നോട്ട് വരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ LDF സ്ഥാനാർത്ഥിയായ MS വിശ്വനാഥനും ബത്തേരിയിലുണ്ട്. അതോടൊപ്പം തന്നെ BJP സ്ഥാനാർത്ഥികളുടെ വിജയപ്രതീക്ഷയും ഒട്ടും കുറവില്ല. മാനന്തവാടി മന്ത്രിമണ്ഡലമായ OR കേളുവിൻ്റെ മണ്ഡലമായ മാനന്തവാടിയിൽ മന്ത്രിയെ തോൽപ്പിച്ച് വിജയിച്ചു വരാനാകുമെന്ന പ്രതീക്ഷ UDFനുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ UDF ക്യാമ്പുകളെ സംബന്ധിച്ച് 3 മണ്ഡലങ്ങളിലും മികച്ച വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. LDF ക്യാമ്പുകളെ സംബന്ധിച്ചും വിജയപ്രതീക്ഷ അത്രത്തോളം തന്നെയുണ്ട്. സർക്കാർ ടൗൺഷിപ്പ് അടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണം അത് സർക്കാരിന് അനുകൂലമാകും, LDFന് അനുകൂലമാകും എന്നുള്ള പ്രതീക്ഷകൾ കൂടിയാണ് LDF വെച്ച് പുലർത്തുന്നത്. എന്തായാലും ഇനി ആർക്കൊപ്പം, വയനാട് പശ്ചിമഘട്ടത്തിലെ രാഷ്ട്രീയക്കാറ്റിന്റെ ഗതി ആർക്കൊപ്പം എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും കണ്ടറിയേണ്ടത്. LDFന്റെ പ്രതീക്ഷകൾ അത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടി ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.